Algebra, delivering world-class education. ഇരുമ്പുളിയം ഗ്രാമപഞ്ചായത്ത് പ്രതീക്ഷ ബഡ്സ് റീഹാബിലിറ്റേഷൻ സെന്ററിൽ ഭിന്നശേഷി സൗഹൃദ ഉപകരണങ്ങളുടെ വിതരണവും ചെണ്ടുമല്ലി കൃഷിയുടെ നടീൽ ഉത്സവവും നടന്നു. മങ്കേരി പ്രതീക്ഷ ബഡ്സ് സ്കൂളിൽ വെച്ചാണ് ഇരുമ്പുളിയം ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ഭിന്നശേഷി സൗഹൃദ ഉപകരണങ്ങൾ വിതരണം ചെയ്തത്. പഞ്ചായത്തിന്റെ 2023-24 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി 2.5 ലക്ഷം രൂപ ചെലവഴിച്ചാണ് ഉപകരണങ്ങൾ ലഭ്യമാക്കിയത്. ഇതോടൊപ്പം ഫർണിച്ചറുകളുടെ വിതരണവും ചെണ്ടുമല്ലി കൃഷിയുടെ നടീൽ ഉദ്ഘാടനവും നടന്നു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PT ഷഹനാസ് മാസ്റ്റർ ഉദ്ഘാടനം നിർവഹിച്ചു. സ്ഥാപനത്തിൽ ഏകദേശം കഴിഞ്ഞ ദിവസം ഞാനിവിടെ വന്നപ്പോൾ ഞാൻ പ്രസിഡന്റ് എടുത്തിരുന്നു. ആ സമയത്ത് വെറും 20-22 കുട്ടികൾ മാത്രമാണ് ഓരോ ദിവസവും ഇവിടെ വരുന്നത്. അധികം കുട്ടികൾ വന്നാൽ നമുക്ക് സൗകര്യമില്ല, അത് വേറെ. നമുക്കറിയാം, ഫസീൽ ടീച്ചറൊക്കെ പറഞ്ഞ പോലെ നമ്മുടെ കുട്ടികൾ പല വാർഡുകളിൽ നിന്നും കുട്ടികൾ ഇപ്പോഴും അന്വേഷിക്കുന്നുണ്ട്. രക്ഷിതാക്കൾ പറയുന്നുണ്ട് നമുക്ക് ഇവിടെ അഡ്മിഷൻ കിട്ടുമോ എന്നുള്ളത്. പക്ഷെ നമ്മുടെ സൗകര്യം ഇല്ലാത്തത് കൊണ്ട് മാത്രമാണ് നമ്മൾ ഇപ്പോഴുള്ള 64 കുട്ടികളെ മാത്രം അക്കോമഡേറ്റ് ചെയ്തുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. പക്ഷെ അതിൽ തന്നെ പല കുട്ടികളും വരുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. അതാണ് എല്ലാ രക്ഷിതാക്കളെയും വിളിക്കാൻ വേണ്ടി പറഞ്ഞിരുന്നു. അപ്പോൾ ഞാൻ തന്നെ പറഞ്ഞു രമ്യനോട്, നമ്മൾ എല്ലാ ദിവസവും വരിക എന്നുള്ളത് നമുക്ക് ബുദ്ധിമുട്ടാവും. 64 കുട്ടികളോട് വന്നു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാവും. പക്ഷെ ഒരു 30-35 കുട്ടികളോട് അയാള് അക്കോമഡേറ്റ് ചെയ്യാൻ കഴിയും. അപ്പോൾ പ്രത്യേകിച്ച് രക്ഷിതാക്കളോട് പറയാനുള്ളത്, ആഴ്ചയിൽ 2-3 ദിവസമെങ്കിലും നിർബന്ധമായിട്ട് കുട്ടികളെ പറഞ്ഞയക്കണം. സ്ഥിരമായിട്ട് വരുന്ന കുട്ടികളുണ്ട്, ഇല്ല എന്നല്ല പറയുന്നത്, എല്ലാവരും കാര്യമില്ല. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഫസീല ടീച്ചർ അധ്യക്ഷയായിരുന്നു. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ N മുഹമ്മദ്, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ VT അമീർ, ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PCA നൂർ, ഭരണസമിതി അംഗങ്ങളായ മാനപ്പ മാസ്റ്റർ, K മുഹമ്മദ് അലി, പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി ഷാജിമോൻ, അംബിക ടീച്ചർ, രമ്യ ടീച്ചർ തുടങ്ങിയവരും ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു.